الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമനിർദ്ദേശനത്തെ ಜೀವನತೆಲ್ಲ ಸಂದರ್ಭದಲ್ಲಿ ಪಾಲಿಸಿ ಜೀವಿಕೊಂಡು ಚೊಂತು ಸ್ವಂತತೆ ಮರಕ್ಕಂತ നിങ്ങൾ ഓരോരുത്തർക്കും വസിയത്താക്കര അല്ലാഹു നമുക്ക് അതുകൊല്ലെ തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. ഞങ്ങളേതായി ഈ പരിശുദ്ധമായിട്ടുള്ള റമളാൻ തിങ്കൾ ഈ തിങ്കളിൽ ഞങ്ങൾ പഠിച്ചതായി എല്ലാ നോമ്പുരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ നിന്ന് സ്വാലിഹത്തുൽ അമലാക്കി സ്വീകരിക്കട്ടെ. ഈ നോമ്പൊരൊട്ടികം പ്രത്യേകമായിട്ടും ഞങ്ങൾ എടുത്തങ്ങനത്തെ വേറെയുള്ള ഇബാദത്തും നിസ്കാരം ദുആവും തിലാവത്തുൽ ഖുർആനും തസ്ബീഹും അദ്കാറും സ്വലാത്തും സദഖയും സകാത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ നിന്ന് സ്വാലിഹത്തുൽ അമലാക്കി സ്വീകരിക്കട്ടെ. ഇനി ബറകുല്ലതായി ഓരോ നോമ്പിലും ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ പേടിച്ചിട്ട് ആ റബ്ബുക്ക് മാത്രമാക്കിയിട്ടുള്ള രൂപത്തിലെ ഇബാദത്തെടുക്കുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്ന വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ട ഞങ്ങൾ മടങ്ങണു ചൊന്തൈറ്റിക്കർ. അത് എങ്ങനെയാ ചൊന്തുള്ളതും ആ മടക്കത്തിൽ നിങ്ങൾക്ക് ബേന്മായത് എന്തെല്ലാം ചൊന്തും ಅದರೊರು ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്നതൈറ്റിക്കറി ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കറേ. പ്രധാനമായിട്ടും ഒന്നാമത്തേത്തും അറിയുകൊള്ള വിഷയ റമളാൻ തിങ്കൾ ഒരാളെ ജീവനത്തിൽ കിട്ടിത്ത് എന്നിട്ട് അവനക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് പൊറുക്കൽ കിട്ടിയിട്ടില്ല എന്തായെങ്കിൽ അവന് വലിയ നഷ്ടത്തിലായ ചൊന്തൈറ്റിക്കറ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല ഖുത്ബത്തിലും ക്ലാസ്സിൽ നിങ്ങൾ കേട്ടെങ്ങനത്തെ ഹദീസ് ഐത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ 3 വട്ട ആമീൻ ചൊന്നതായ സംഭവ നിങ്ങൾക്ക് പിടിയുണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരെ സ്വഹാബിമാർ കരിപ്പാട്ടിയത് ജിബ്രീൽ ബന്ത് നണ്ടട്ടിക്ക് ഇങ്ങനെ ദുവാർന്നിട്ട് എന്നിട്ട് നണ്ടട്ടിക്ക് ചൊന്തു കുൽ ആമീൻ നീ ആമീൻ ചൊല്ലു നിന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നണ്ടിക ചൊന്തു അതുകൊണ്ട് നാണ് ആമീൻ ചൊന്ന. 3 വിഷയത്തിക്കർ. ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലാത്തവനുക്ക് നാശ തിക്ര ചൊന്തും ആമീൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. രണ്ടാമത്തത് ബൈസൈത്തുൽ അബ്ബാവുമ്മ ഇന്ത് പോലും അങ്ങനെ പരിപാലനാക്കാന്ത് അങ്ങനെ ആ മരിച്ചകത്തെ വ്യക്തി അവനുക്കും നാശ ഇക്കട്ട് ചൊന്തൈത്തിക്കർ. മൂന്നാമത്തത് മൻ അദ്റക ശഹറ റമളാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ റമളാൻ തിങ്കൾ കിട്ടിട്ട് ഫലം യുഗ്ഫർ ലഹു അവനുക്ക് അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടില്ല എന്തായെങ്കിൽ അവനുക്കും നാശൈത്തിക്കറ് ചൊന്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ. ഈ റമളാൻ തിങ്കൾ ഞങ്ങൾ നിന്ന് കഞ്ഞിത്ത് പോകുമ്പോ പരിപൂർണമായിട്ടും അള്ളാഹുൽ നിന്നുള്ള മഗ്ഫിറത്ത് നിങ്ങൾക്ക് കിട്ടിയതാവണം. ആർക്കും ചൊല്ലുക അധികാരമില്ല നാണ് തപ്പാക്കാത്തോണു ചൊന്തു. നന്റെ ജീവനത്തിൽ തപ്പ് സംഭവിക്കില്ല ചൊന്തുള്ള രൂപത്തിൽ പ്രതികരിക്കുകയുള്ള അധികാര ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്മാർക്കുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചെന്നതൈറ്റിക്കറ് കുല്ലു ബനി ആദമ ഖത്താഉൻ ആദമിന്റെ എല്ലാ സന്തതിയും തപ്പാക്കരങ്ങൈറ്റിക്കറാർ സംഭവിക്കർ പെടിയന്തും പെടില്ലാന്തും സംഭവിച്ചു പോണ്ടു. വഖൈറൽ ഖത്താഈൻ അത്തവ്വാബൂൻ അങ്ങനെ അതിൽ ബെസ്റ്റ് ആളാറ് ചൊന്നെങ്കിൽ തൗബാക്കറോണൈറ്റിക്കറ. തപ്പ് സംഭവിക്കർ പെടിയന്തും പെടില്ലാന്തും സംഭവിച്ചു പോണ്ടു. ആയെങ്ക ഇസ്ലാം പടപ്പാട്ടിയത് അതിൽ നിന്ന് പരിപൂർണമായിട്ട് മുക്താവണം തായെങ്കിൽ അവൻ തൗബാക്കണൈറ്റിക്കർ. അവൻ തൗബാക്കണൈറ്റിക്കർ. അല്ലാത്ത ചെറിയ ചെറിയ തപ്പും
അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതായ തപ്പ് പല അമലുസ്വാലിയാത്ത് കൊണ്ട് പൊറുക്കപ്പെട്ടു. ഒരു ഹദീസുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതായ ഒരു ഹദീസ് നമുക്ക് കാണാം. ആ ഹദീസിലെ പല ആൾമാരും തപ്പൈത്ത് യൂസാക്കിറങ്ങുള്ളാർ. അങ്ങനെ ബെഡ്കൈത്തുള്ള ഹറാമുക്ക് വേണ്ടി യൂസാക്കിറങ്ങുള്ളാർ. സത്യത്തിൽ എന്തൈത്തിക്കര ഹദീസ് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട ഒരു സഹാബി ബന്ത് റസൂൽ പള്ളിയുടെ പുറത്തുണ്ട്. ബന്ത് ചൊന്ത് റസൂലേ, നാണ് ഒരു പെണ്ണുക്ക് അന്യായമായിട്ട് ഒരു മഹറമല്ലാത്ത പെഞ്ഞായി അല്ലാത്തുള്ള ഒരു പെണ്ണുക്ക് നാണ് മുത്തു കൊടുത്ത റസൂലേ, തപ്പൈത്തിക്കറാക്കിയത് ബെഡ്കൈത്തിക്കറ, ಅದಕ್ಕೆ ಪ್ರಾಯಶ್ಚಿತ್ತಮೈತ್ ನಾನು ಎಂದಾಕೋಣು റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തര കൊടുത്തില്ല. റസൂൽ മൗനമൈത്ത് നിന്നത്. എന്നിട്ട് നിസ്കാരയിത്ത് ജമാഅത്ത് നിസ്കാര കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ പിന്നെ പിറകു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടായിൽ പുറത്തേക്ക് വന്ന് അതേ ക്വസ്റ്റ്യൻ കേട്ടത്, റസൂലേ ആ തപ്പാക്കിയിരല്ലേ റസൂലേ, ನಾನು ಎಂದರಾಕೋಣു റസൂലേ. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് കൊടുത്ത ഉത്തര, അള്ളാഹു നിന്റെ തപ്പുരെ മാഫാക്കിയ, അള്ളാഹു നിന്റെ തപ്പുരെ പുറത്ത് മാഫാക്കി തന്ന. എങ്ങനെ ഇതിക്കറ് നീ തപ്പാക്കിയത് ഇഖ്ലാസോട് കൂടി അള്ളാഹു നിന്നല്ലേ പൊറുക്കല് നീ തേടിയ. സത്യത്തില് ഈ ഫർള് നിസ്കാര ചൊത്തുള്ളത് അത് തപ്പുരെ മാഫാക്കരുത് ഇതിക്കറ്. അതുകൊണ്ട് നിന്റെ ജമാഅത്തോട് കൂടി നിസ്കരിച്ചതോടു നിന്റെ തപ്പുരെ അള്ളാഹു പുറത്തു തന്ന. ഇതിലെ ബെഡ്ക്കാക്കിത്ത് 5 വക്ത് നിസ്കരിച്ചെങ്കിൽ സമാവറല്ലേ ചൊന്തുള്ള രൂപത്തിൽ ഓർത്ത് സ്വീകരിച്ചെന്തായെങ്കിൽ മനസ്സിലാക്കൂല്ലെങ്ങനത്തെ 2 വിഷയം. ഒന്ന്, ಅವನು ಕರೆದು ಕೂಟಿದ್ದು ಬೇಣು ಚೊಂತೈತಿಕರ ತಪ್ಪಕ್ಕೆ പോയൊന്നുല്ലേ ആ ഒരു രൂപത്തിൽ അവന് മറിച്ചെന്തായെങ്കിൽ അവന്റെ അവസ്ഥ എന്തൈത്തിക്കർ. 2, അവൻ ആ തപ്പാക്കിത്ത് പല്ലിക്ക് നിസ്കാരത്ത് ഇഖ്ലാസോടുകൂടി നിസ്കരിക്കോ ബന്നാന്ന് വിചാരിക്കറും. നിസ്കാര തുടങ്ങറയ്ക്ക് മുന്നോലെ അവന് മറിച്ചെന്തായെങ്കിൽ അവന്റെ അവസ്ഥ എന്തൈത്തിക്കർ. അപ്പൊ അവನು ಬೇಣು ചൊന്തു ഇങ്ങനെ തപ്പാക്കരുതല്ല സത്യത്തിൽ അവിടെ ഉള്ളത്. ബദൽക്ക് സംഭവിച്ചു പോയിത്ത്. ചിലപ്പോ പിടിയുണ്ടാവും, ചിലപ്പോ പിടിയില്ലാത്താവും. സംഭവിച്ചു പോയിത്ത്. ആയെങ്ക അവന്റെ ആഗ്രഹം എന്തേ, നാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം, ഈ ബെഡ്ക്കത്തിൽ നിന്ന് അള്ളാഹു നക്ക് പുറത്തു തരണു. കാരണം ഇല്ലാത്തായെങ്കിൽ നാളെ ആഖിറത്തിൽ നഷ്ടത്തിലാവുക. ആ ഒരു പേടി ഹൃദയത്തിൽ ഇന്ന് കൊണ്ടെത്തിക്കറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയൊട്ടിಗೆ പ്രത്യേകമായി ചൊന്നത്, നിക്ക് അള്ളാഹു പുറത്തു തന്നാ. ഇത് മിസ്യൂസ് ആക്കൂല്ലതല്ല. അങ്ങനത്തെ ഇങ്ങനത്തെ തപ്പെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നതുണ്ട്. അയങ്ക പ്രത്യേകമായിട്ടും അള്ളാഹുരൊട്ടിಗೆ ನಂಗೆ ತೌಬಾಕಿ ಮಡಂಗನಗಂತೆ ಚೊಮ್ಮೆ ವಿಷಯ പല വിഷയം അള്ളാഹുവിനൊട്ടിಗೆ ನಂಗೆ കേട്ടിട്ട് മടങ്ങണ ഇത്തിക്കർ. അതൊക്കെ ನಂಗೆ ഒന്നാമത്തത് അറിയണായത് ആറ് ഇത്തിക്കർ നങ്ങല റബ്ബ് ചൊന്തുള്ളത് അള്ളാഹുരൊന്ന് അറിയണം ഫസ്റ്റ്. കാരണം ഇന്നത്തെ ഉസ്താദന്മാർ പല ആൾമാരും തപ്പാക്കിയൊന്തുള്ള വ്യക്തിത്വത്തെ തപ്പാക്കിയുള്ള മനുഷ്യന്മാരെ അങ്ങനെ അങ്ങ് തീർച്ചത് ഔലിയാക്കന്മാരെ മുട്ടയിത്തിക്കർ, അമ്പ്യാക്കന്മാരെ മുട്ടയിത്തിക്കർ. അങ്ങ് ചൊന്നത് നിങ്ങ ചൊമ്മ തപ്പാക്കിയങ്ങ, നിങ്ങ ചൊമ്മ ബെഡ്ക്കത്തറാക്കിയങ്ങ. അള്ളാഹു നിಂತೊಲ್ಲೇ ഡയറക്റ്റ് അള്ളാഹുരൊಟ್ಟಿಗೆ കേക്കറങ്ങಂತೆ ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലല്ല നിങ്ങൾ ഉള്ളത്. അത്ര ബെഡ്ക്കാക്കിറാർ നിങ്ങ ആക്കണായത് ഔലിയാക്കന്മാരെ റൂട്ട് പിടിച്ചു പോണു, അല്ലെങ്കിൽ അമ്പ്യാക്കന്മാരെ റൂട്ട് പിടിച്ചു പോണു, അല്ലെങ്കിൽ മുർസലീങ്ങളെ റൂട്ട് പിടിച്ചു പോണു, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ റൂട്ട് പിടിച്ചു പോണു. അതുകൊണ്ട് അങ്ങലൊട്ടിಗೆ കേട്ടിട്ട് അങ്ങലൊട്ടിಗೆ പൊറുക്കലിന്റെ കേട്ടെങ്കിൽ മാത്ര അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തറിച്ചൊന്നല്ലേ ഒരു സിസ്റ്റം ഉസ്താദുമാർ വെച്ചതോടുകൂടി ആൾമാർ ആ റൂട്ടിലേക്ക് പോയേ ഉള്ളത്. അതുകൊണ്ട് തങ്ങ പാട്ടിൽ മുഖാന്തര പാടിയാർ ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദത് ചൊന്തിങ്ങനെ പാട്ടിലേത്ത് പാട ചൊന്നാർ. അങ്ങനെ അങ്ങ് പാടിയാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ മഗ്ഫിറത്ത് കേൾക്ക തുടങ്ങിയാർ. ഈ ആൾമാരെല്ലാം മറന്നത് ഖാലിക്കും മാലിക്കും ജബ്ബാറും വദൂദൈത്തുല്ലേ അല്ലാഹ് ആ റബ്ബുരെ ഇത്തിക്കർ മറന്നത്. ആ റബ്ബുരെ ഇത്തിക്കർ അരിയിൽ നിന്ന് ദൂരായത്. കാരണം ആ റബ്ബ് സുബ്ഹാനഹു വ തആല ബിൽച്ച് കേൾക്കുന്നുണ്ട്. ഖുൽ നബിയെ നിങ്ങൾ ചൊല്ലറു, യാ അയ്യുഹല്ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുരെ മുഅ്മിനീങ്ങളെ വിളിച്ചു ചൊല്ലുന്നുണ്ട്. വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ഔ ളലമു അൻഫുസഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല കേക്കരെ ഒരു വ്യക്തി അവന് തപ്പാക്കിയ സംഭവിച്ചു പോയി, അവന്റെ ജീവിതത്തിൽ തപ്പ് സംഭവിച്ചു പോയിട്ട്
എന്നിട്ട് ಅವನಿಗೆ ನೆನ್ಪೈತು ನಾನು ಹಾಕಿയത് ತಪ್ಪು ಚೊಂತು. അങ്ങനെ ಅವನು ತೀರ್ಮಾನ ಹಾಕ್ಯ ಅಲ್ಲಾಹುಗೆ ಮಡಗಣು ಚೊಂತು. ಇನ್ನು ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಇಸ್ತಿಗ್ಫಾರ್ ಕೇಟೆಗೆ ಮಾತ್ರ ನಕ್ಕ ರಕ್ಷಪಡಾಚು ಅಂತ ಅವನು ತೀರ್ಮಾನ ಹಾಕ್ಯ. എന്നിട്ട് അള്ളാഹു കേക്കರೆ ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അങ്ങനെ ಅಂತ ಹಿಂಗ ಅಲ್ಲಾಹು ಅಲ್ಲ ಅಂತ ತಪ್ಪುರೆ ಮಾಫಾಕ್ರೋನು ಬ್ಯಾರಾರುಲ್ಲ. അള്ളാഹു അല്ല ಅಂತ ಬ್ಯಾರಾರುಂಡು. എന്നിട്ട് ಏನೋರು ಆಯತ್ತಲ್ಲಿ ನೋಕೋರು അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നബിയെ നിങ്ങൾ ചൊല്ലರು യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ಸ್ವಂತ ನಫ್ಸರ ಮೇಲೆ ದುಲ್ಮಾക്കി അക്രമാക്കി ബെഡ്കത്തറാക്കി അങ്ങനത്തെ തന്റെ അടിമമാരെ. ഇത് ആരെ വിളിക്കരെ? ഒരു തപ്പലും കൂടാന്തു തപ്പെന്തും ആക്കാന്തും ചെറിയതും വല്ലതും തപ്പാക്കാത്ത അങ്ങനത്തെ വ്യക്തിരെ അല്ല വിളിക്കരെ. ബദൽക്ക് തപ്പലും മുൽങ്ങിത്തുള്ള വ്യക്തിരെ ഇത്തിക്കരെ വിളിക്കരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് തപ്പാക്കിയുള്ള വ്യക്തിരെ ഇത്തിക്കരെ. എന്നിട്ട് അല്ലാഹു ചൊല്ലുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നീ അള്ളാഹുര റഹ്മത്തിന്റെ വിഷയത്തിൽ ബേജാറാവുത്തീറ. നിങ്ങൾ വിചാരിച്ചിരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരല അത്ര ബെഡ്കത്തരെന്നാണ് ആക്കിയതില്ലേ? നിന്റെ ജീവിതത്തിൽ തപ്പു സംഭവിച്ചതില്ലേ? അതുകൊണ്ട് അള്ളാഹുര മുന്നിലാണ് ഖേദിക്കര ആ ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അങ്ങനെ വിചാരിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുര റഹ്മത്തിന്റെ വിഷയത്തിൽ നീ ബേജാറിലാവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ തപ്പുരം മാഫാക്രോണ ഇത്തിക്കറ. എന്തിനാക്കണം? അള്ളാഹുക്ക് നങ്ങ മടങ്ങണം. എങ്ങനെ ഇത്തിക്കൊണ്ട് മടങ്ങണായത്? അതൊരു ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം. സാധാരണ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കഷ്ട ആരൊട്ടിക്കും ചൊല്ലുമ്പോ ഏറെ വിടിച്ച് ജഡ് തോളം ഞങ്ങൾ വിശദീകരിച്ച് കൊടുക്കറ. ഇന്ന പ്രോബ്ലം എന്ത്, ഇന്നത് സംഭവിച്ചത്, ഇങ്ങനെ അയത്തു പോയിത്ത്, ഇങ്ങനെ ആവശ്യക്കാർ അയത്തിക്കറ, ഇപ്പൊ ഇങ്ങനെ കിട്ടിയെന്താ, ഇങ്ങനെ അവർ എൻ്റെ ജീവന അങ്ങനെല്ലാം എക്സ്പ്ലെയിൻ ആക്കറേ. ഈ മനുഷ്യന്മാരൊട്ടിಗೆ ഞങ്ങൾ ഇടപാടാകുമ്പോ ഞങ്ങളെ ഇടപാട് മനുഷ്യന്മാരൊട്ടിಗೆ ഇങ്ങനെ ഇത്തിക്കറ. അങ്ങനെ എന്തായാലും നന്റെ പഠിച്ചതായി അള്ളാഹുരൊട്ടിಗೆ തൗബാക്കര സന്ദർഭത്തില് ചില നിബന്ധനം ചില നിർദ്ദേശനക്ക് പാലനാക്കൊണ്ടു. അത് പാലനാക്കാത്ത ഞങ്ങൾ തൗബാക്കി അങ്ങ് സമാവല. ഇപ്പൊ എന്തൈത്തിക്കര പാലിക്കണായത്? ഒന്നാമത്തെ പാലിക്കണായത് നല്ല അതബോട് കൂടി ഒരു മൂലം വെച്ചിട്ട് ആർക്കും കാണാത്തൊരു സ്വന്തയിത്ത് നക്കും അള്ളാഹുരൊട്ടിಗೆ മാത്ര ഒരു ബന്ധ. നടുവിൽ ആരും വിളിക്കുകയില്ല, നടുവിൽ ആരും ഫോൺ കോളും ഇല്ല. എല്ലാ സൈഡ് വെച്ചിട്ട് ഒരു അരഗಂಟ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നാണും നന്റെ റബ്ബയിത്ത് മാത്രം ഒരു കണക്ഷൻ. നക്ക് നന്റെ റബ്ബറൊട്ടിಗೆ ചിലത് മുണ്ടുകൊണ്ട് വേറെ ആരും വേണ്ട, ആരൊട്ടികുമില്ല. നക്ക് നന്റെ റബ്ബറൊട്ടിಗೆ ചിലത് ചൊല്ലുകൊണ്ടു. ആറ് മനുഷ്യരൊട്ടികം ചൊല്ലുക സാധിക്കാത്തങ്ങനത്തെ പലതും നന്റെ ജീവനത്തിലുണ്ടു. ആരൊട്ടികം തുറന്നുകാട്ടുക സാധിക്കാത്തങ്ങനത്തത് പലതും നന്നൊട്ടികൊണ്ടു. അതെല്ലാം നക്ക് ചൊല്ലുകൊല്ലത് നന്റെ റബ്ബയിത്തുള്ള അള്ളാഹുരൊട്ടിಗೆ. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ജാഗ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് തെച്ച എന്നിട്ട് ഞങ്ങൾ റബ്ബറൊട്ടിಗೆ ചൊല്ലു തുടങ്ങിയ. ഫസ്റ്റ് അള്ളാഹുരെ ഹംദാക്കിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയുടെ മേൽ സ്വലാത്ത് ചെന്ന അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ സ്വലാത്തു ചൊന്ന് ഞങ്ങൾ തുടങ്ങിയ. അല്ലാഹ് റബ്ബേ, ലോകത്തിൽ ആർക്കും കിട്ടാത്തങ്ങനത്തെ നിഅമത്ത് നിനക്ക് തന്നല്ലാ. തലാ ചൊന്തുള്ളത് ഇത് നന്റെ നിഅമത്ത് റബ്ബെ നീ തന്നത് അൽഹംദുലില്ലാഹ്. കണ്ണ് കാണാൻ തുല്യങ്ങ എത്ര ആൾമാരുള്ള റബ്ബേ, രണ്ട് കണ്ണ് തന്നെ അൽഹംദുലില്ലാ റബ്ബേ. കാത് കേൾക്കാൻ എത്ര ആൾമാർ ജീവിച്ചു എന്തുള്ളാറ്, നല്ലൊരു കാത് കേൾക്കണങ്ങനത്തെ ശക്തി നീ തന്നല്ല അൽഹംദുലില്ലാ റബ്ബേ. കൈയില്ലാൻ തുല്യങ്ങുള്ളാറ് നക്ക് രണ്ട് കയ്യും നീ പെർഫെക്റ്റ് ആക്കി തന്നല്ല അൽഹംദുലില്ലാ റബ്ബേ. സ്വന്ത കൈ കൊണ്ട് തിന്നുകാവാന്ത് ജീവിക്കണങ്ങുള്ളാറ് അയങ്ക റബ്ബേ, നന്റെ കൈ കൊണ്ടത്തെ തിന്നര പോലത്തെ തൗഫീക്ക് നീ തന്നല്ല അൽഹംദുലില്ലാ റബ്ബേ. രണ്ട് കാല് കൊണ്ടത്ത് നടക്കുകല്ല തൗഫീക്ക് തന്നെ, നിന്റെ ഭവനത്ത് പോയിട്ട് നിസ്കരിക്കുകല്ല തൗഫീക്കും തന്നെ. എത്ര ആൾമാർ സ്വന്തം കാല് കൊണ്ട് നിക്കോ സാധിക്കാന്ത് ദച്ചിത്ത് നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ട്. ആ ദച്ചിത്ത് നിസ്കരിക്കുകയും സാധിക്കാന്ത് ഔത്തേ ബാക്കിയായിട്ടുള്ള ആൾമാറുമുള്ളാറ് അങ്ക് പല്ലിക്ക് പുറകു പരിപൂർണമായിട്ടുള്ള ആഗ്രഹമുണ്ട്, എത്തിയൊന്നില്ല. അൽഹംദുലില്ലാ റബ്ബേ. തലര മുടിയിൽ നിന്ന് കാൽ റുകൂർത്തോളം എല്ലാ നിഅമത്തും നീ തന്നെ അല്ലാ. മയ്യത്തില്ല. സ്വന്ത തടിക്ക് ദമ്മെടുക്കോ ശ്വാസ എടുക്കുകയോ സാധിക്കാന്ത് പല രൂപത്തിലെ ഇണ്ടത്തെ എന്താ ചൊല്ലേ മാത്രം അതേപോലെ ദമ്മെടുക്കരങ്ങനത്തെ പല രൂപത്തിൽ ഇതുണ്ടല്ലേ, അതെല്ലാം സ്വീകരിച്ചത് ജീവിക്കുന്ന ആൾമാറിക്കുമ്പോ ഒരു രൂപത്തിലും ഒരു പ്രയാസമില്ലാത്ത ചന്തത്തിൽ ശ്വാസ ദമ്മെടുക്കുകയില്ല തൗഫീക്ക് നീ തന്നല്ലാ അൽഹംദുലില്ലാ.
ഇതെല്ലാം നമുക്ക് ചെറിയതായിട്ട് കാണും, സത്യത്തിൽ വലിയൊരു നിഅമത്തൈത്തിക്കറ്. എപ്പടി അവര് ഇത് കിട്ടാൻ കഷ്ടപ്പെട്ട ആൾമാരുണ്ടല്ലേ. പല രൂപത്തും ഓക്സിജന്റെ ഔത്തുകൊന്തൊന്ന് ഉറച്ചു വെച്ചെങ്ങുള്ളാർ, സ്വന്തം ശ്വാസത്തിന് ദമ്മെടുക്കുക സാധിക്കാത്ത ആൾമാരുള്ളാർ. അപ്പൊ അവിടെ ആ ഗ്യാപ്പിൽ അള്ളാഹു നമുക്ക് സുബ്ഹാനഹു വ തആല വലിയൊരു നിഅമത്ത് തന്ന. പല രൂപത്തില് സീക്കിലൈത്ത് ഹോസ്പിറ്റലുള്ളാർ, എത്രമാർ രോഗത്തിലൈത്ത് ആൾമാരുള്ളാർ. അങ്ങനെ എല്ലാവരിൽ നിന്ന് പരിപൂർണമായിട്ട് രക്ഷപ്പെടുത്തിട്ട് ഈ നോമ്പ് പിടിക്കും റാഹത്തോടു കൂടിയും സമാധാനത്തിലൈത്ത് നോമ്പ് പിടിക്കുക തൗഫീഖ് നീ തന്നല്ല. അൽഹംദുലില്ലാ റബ്ബേ. ഒന്നൊന്ന് എണ്ണിയും പോയി എത്തല. അത്ര നിഅമത്തൈത്തിക്കറ് ഞങ്ങളെ റബ്ബൈത്തുല്ല അല്ലാഹ് നമുക്ക് തന്നത്. ഇതൊന്നും വേണ്ട, ഒന്നുകൂടി നോക്കാം. മൈക്കാലത്തെ പിടിച്ചിട്ട് ഞങ്ങൾ ഉടുത്തോലെ എത്തുമ്പോ ജാമണ ഒന്ന് നോക്കിയെന്തായെങ്കിൽ പല ഫുട്പാത്തിലും കിടന്നോത്തുള്ള ആൾമാരുള്ളാർ. സ്വന്ത അകപോലും ഇല്ല, സ്വന്ത അകപോലും ഇല്ലാത്ത ജീവിക്കുന്ന ആൾമാരുള്ളാർ. ആ ഗ്യാപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റാഹത്തോടുകൂടി ജാമണ വർണ്ണകൊല്ല പ്രത്യേകമായിട്ടുള്ള ഒരു അകം ഉണ്ടാക്കി തന്ന. അൽഹംദുലില്ലാ. ഈ നിഅമത്തെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചിട്ട് എന്നിട്ട് നക്ക് ചൊല്ലുകൊല്ലെന്തിരെ തന്റെ റബ്ബുരട്ടിക നക്ക് ചൊല്ലുകൊല്ലത് റബ്ബേ ഇന്നെ തപ്പു നാൻ ആക്കിയ റബ്ബേ, സംഭവിച്ചിട്ട് റബ്ബേ ನಾನು ಬೇಣುಜಂತ ಬಿಡಿಂತ ಹಾಕಿಯ ರಬ್ಬೆ. ರಬ್ಬೆ ಇದು ಆರ್ಗum ಚೊಲ್ಲಂತ ನಾನು ಒಣಿಪಾಟಿ ಬೆಚ್ಚಿರ ರಬ್ಬೆ, നിന്റൊട്ടിಗೆ ಮಾತ್ರ ನಾನು ചൊന്നുമില്ല റബ്ബേ. ഇങ്ങനത്തെ തപ്പ് സംഭവിച്ചിരല്ല, ഇനി നീനും നക്ക് മാഫ് തന്നില്ല ಅಂತ റബ്ബേ ലോകത്ത് നക്ക് പുറത്തു തരുക ആരും ഇല്ലല്ല. ദൈതികർ ഖേദ പ്രകടന, ദൈതികർ ഖേദിക്കര ചൊല്ലി റബ്ബേ നീನು മാഫാക്കി തന്നില്ലെങ്കിൽ വേറെ ആരുമില്ല, വേറെ ആരുമില്ല നിങ്ങക്ക് പുറത്തു തരകൂ. ഈ ഖേദ പ്രകടന വെക്കും. എന്നിട്ട് റബ്ബേ നീ പരിപൂർണമായിട്ട് മാഫാക്കി താ അല്ലാ. ഇനി ഈ ബെടുക്കുക നാൻ ഇല്ല റബ്ബേ, അത് നാൻ തിരിഞ്ഞു നോക്കില്ല റബ്ബേ. സംഭവിച്ചു പോയതെല്ലാം പുറത്ത് താ അല്ലാ. നീ പുറത്ത് തന്നില്ലെങ്കിൽ നരകത്തിലെ ആൾമാരിലായി പോവേ റബ്ബേ. നീ നിന്റെ രക്ഷപ്പെടുത്തല്ല, നീ മാത്രമേ ഉള്ള റബ്ബേ. നക്ക് മൗലയിത്തും ഖാലിഖൈത്തും റാസിഖൈത്തും ഗഫാറൈത്തും ഗഫൂറൈത്തും നീ മാത്ര റബ്ബേ ഉള്ളേ എന്നൊരു പ്രഖ്യാപന. വേറെ ആരൊട്ടിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലകൂ? ഏത് മനുഷ്യന്മാരൊട്ടി ഇങ്ങനെ ഗുൾപ്പിട്ട് ചൊല്ലോ സാധ്യമുണ്ടാകും? ഒർക്ക ചൊന്നി അങ്ങ് ചെല്ലു ബേജാറിൽ എന്തെങ്കിലും തരുവാർ, എന്തെങ്കിലും കാസ് കീസ് കിട്ടു പോവാർ, കഷ്ടത്തിലുള്ള ചൊത്തു അല്ലെങ്കിൽ ജണ്ടുപെട്ട് സമാധാനം ആക്കുവാർ, എത്ര പെട്ടാക്കുവാർ, എത്ര പെട്ട സാധ്യമുണ്ട്? ഒരു 5 വട്ട പോകുമ്പത്തേക്ക് ഓണ്ട ഇതേ പാട്ട് ചൊന്തു ആൾമാർ ഓടുപാട്ടുവാർ. മനുഷ്യന്മാർ ഇത്രമേ. അതുകൊണ്ട് നങ്ക് നങ്ങളെ നമ്പല ചൊല്ലുകൊല്ല റബ്ബ് മാത്ര നക്ക് സമാധാനത്തിൽ ചൊല്ലുക സാധിക്കുന്ന ഞങ്ങളെ റബ്ബുരട്ടിക മാത്ര. അതിനെ മനസ്സിലാക്കിയത് അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്ര ഹൈറൈത്തിക്കർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കറോണൈത്തിക്കറ. അള്ളാഹുരെ ആൾമാർ സമത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇതേത്തിക്കർ എല്ലാത്തിക്കും പ്രോബ്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട ഒരു ബൈസായ ഒരു വ്യക്തി വന്ന സംഭവ പല ഖുത്ബത്തിലും ക്ലാസ്സസിലും എല്ലാ മുത്തും നിങ്ങൾ കേട്ടിരിക്കുവാർ. ഒരു ബൈസായ വ്യക്തി ആ വ്യക്തിയുടെ ജീവനത്തിൽ തപ്പല്ലാത്തൊന്നും നല്ലതെന്തോ ആക്കിയതേ ഇല്ല. ബൈസാമക്ക് മനസ്സിക്ക് തോന്നിയിട്ട് നാൻ നല്ല ഓണം ആ സമാവും ഇനി വെടുക്കത്തൽ മുങ്ങിയും കാവല. ಅದರರ್ಥ ಬಾಲಕಾರಮಾರು ಮಕ್ಕಗೂ ಬೈಸೂರೋಡ್ತೋಳ ನಾನು ತಪ್ಪಾಕುವ ಚೊಂತುಲೆದಕ್ಕೆ ಲೈಸೆನ್ಸ್ ಅಲ್ಲ, ಬದಲ್ಗೆ ಅದ್ರ ಎಡೆಯಲ್ಲಿ ಎಪ್ಪ ಮೌತು ಬರೋ ಚಲೋ ಸಾಧ್ಯ ಇಲ್ಲ. ಈ ಸಂಭವത്തിൽ ನಿಂತ ನಂಗೆ ಬೈಸಾವ್ರೋಡ್ತೋಳ ಕಾಕೋಗುಲ್ಲದಲ್ಲ, ಬದಲ್ಗೆ ನಕ್ಕ ತಪ್ಪು ಚೊಂತು ಬಿಡಿಯೈತಾ ಅಪ್ಪಮೇ ಅಲ್ಲಾಹುಗೂ ಮಡಗೋಗುಲ್ಲದೈತಿಕ್ಕರು ಇದರಲ್ಲಿ ನಿಂತು ಕೆಟ್ಟದು. ಆ ವ್ಯಕ್ತಿ ಬಂತ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಟ್ಟಿಗೆ ರಸೂಲೇ ಆ ವ್ಯಕ್ತಿಯವ್ರ ಸ್ವಭಾವ ನೋಕೋರು ಸ್ವಂತ ಆಕೆ ತಪ್ಪುರೇ ಚೊಲ್ಲೋಗು ಚೆಂಗ್ಯವ್ರು ಆಕೆ ಬೆಡ್ಕತ್ತರ ಹತ್ತರುಂಡು. അങ്ങനെ റസൂൽ ഒട്ടിക്കൽ റസൂലേ അറഅയ്ത റജുലൻ അമില ദുനൂബ കുല്ലഹ ലം യത്രുകു മിൻഹാ ഷൈഅ വഹുവ ഫീ ദാലിക ലം യത്രുകു ഹജ്ജതൻ വലാ ദജ്ജതൻ ഇല്ലാ അതാഹാ. റസൂലേ ഒരു വ്യക്തിയുണ്ട് സ്വന്തത്തെ ചൊല്ലിയത് ചെങ്ക്യാവൂർ ചൊല്ലുകൂ അത്ര ബെഡ്ക്കത്തരാക്കിയത്. റസൂലേ ഒരു ആളുണ്ട് റസൂലേ, ആ വ്യക്തി എല്ലാ ബെഡ്ക്കാക്കി റസൂലേ. ലം യത്രുകു മിൻഹാ ഷൈഅ ഒന്നും മുട്ടുന്നില്ല. ലം യത്രുകു ഹജ്ജതൻ വലാ ദജ്ജതൻ ഇല്ലാ അതാഹാ. മനസ്സിൽ എന്തെല്ല ആഗ്രഹം കൊതിയിന്ത അതെല്ലാം പൂർത്തിയാക്കാൻ തയ്യാൽ വിട്ടതില്ല റസൂലേ. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഫഹല്ലൗ മിൻ തൗബ അല്ലാഹു പുറത്തു കൊടുക്കുവാണ് റസൂലേ. ഇയാൾക്ക് ചൊമ്മ തപ്പാക്കിരന്ത് പിടിയേത്ത്
സംഭവിച്ച് തന്റെ ജീവിതത്തിലുള്ള ബെഡ്ക്കൈത്ത് നാം മരിച്ചെങ്കിൽ നരകത്തിൽ ആ ഒരു സംഭവത്തിക്കറ് ആയെങ്കും ഒരു പ്രതീക്ഷ. അങ്ങനെ റസൂലിന്റെ അടുത്ത് കേൾക്കോ വന്നത്, റസൂലെ എന്തെങ്കിലും മഗ്ഫിറത്ത് കിട്ടുക റസൂലെ, ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക. റസൂൽക്ക് പിടിയിട്ട് ഈ വ്യക്തി വേറെങ്ങനെ വിഷയം ഒന്നും ചൊല്ലല്ല, സ്വന്തത്തെ വിഷയം. അപ്പൊ റസൂൽ കേട്ട് ഫഹൽ അസ്ലംത, നീന് ഇസ്ലാമോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതാ ജീവിച്ചോന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ സ്വീകരിച്ചേ അമ്മ അന ഫഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ചൊന്തും അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹില്ല ചൊന്തും നാണ് അംഗീകരിക്കുന്ന റസൂലേ, ഇത്ര മാത്രം ചൊന്തു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു നഅം, അല്ലാഹു നിന്റെ തൗബ സ്വീകരിക്കറ, നീನು തൗബാക്കിയെങ്കിൽ അല്ലാഹു സ്വീകരിക്കറ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തല്ലേ കലിമത്ത് ഷഹാദത്തുണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ലാസ്റ്റത്തെ റസൂലൈത്തും നബിയൈത്തും നീನು സ്വീകരിച്ചിര, അതുകൊണ്ട് നിനക്ക് തൗബ ഉണ്ടു. ഇത് സ്വീകരിക്കാത്തൊരു വ്യക്തി, ഇസ്ലാം ഒരു ഉൾഗപറാത്ത വ്യക്തി എങ്ങനെ കുൽപ്പിട്ട് തൗബാക്കിയെങ്കും അവന്റെ തൗബ അല്ലാഹുക്ക് വേണ്ട. അവന്റെ അമൽ സ്വാലിയാത്തെല്ലാം ബാത്തിലൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അവൻ എത്ര ഇബാദത്ത് എടുത്ത് വന്നെങ്കും ഹബാഅം മൻസൂറാ, ധൂളുപലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറ. നീನು മുസ്ലിമാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തല്ലേ കലിമത്ത് ഷഹാദത്ത് സ്വീകരിച്ച ആളാ, അങ്ങനെ എന്തെങ്കിലും അല്ലാഹു പുറത്തു തണ്ട. അയങ്ക ജണ്ട് ബിശ്ശ റസൂൽ അരിപ്പാട്ടി എന്നേ തഫ്അലുൽ ഖൈറാത്ത്, ഇനി നീನು നല്ലത് യാറാക്കിയപ്പോൾ ബെഡ്ക്ക് സംഭവിച്ചത് കേട്ട് ഇനി നീನು എന്താക്കണം, ഒരു ചേഞ്ച് കൊമർന്നു, നല്ലത് യാറയപ്പോൾ തത്റുക്കു സയ്യിആത്ത്, ബെഡ്ക്കെല്ലാം നീನು വിട്ടുവിടണം. ബെഡ്ക്ക് കൊറടിയാക്കണം ಅಂತಲ್ಲ, നല്ലത് യാറാക്കിയപ്പോണു ബെഡ്ക്ക് പരിപൂർണമായിട്ട് വിട്ടുവിടണം. യജ്ഹലു അല്ലാഹു ലക ഖൈറാത്തിൻ കുല്ലഹുൻ, നീ ആക്കിയ ബെഡ്ക്കരെ അല്ലാഹു നിക്ക് നല്ലതാക്കി നിന്റെ അക്കൗണ്ട് കിട്ടാ. എന്തുകൊണ്ടു ഈ തൗബാക്കിയത് കാരണം, ബെഡ്ക്കരെ നല്ലതാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടാ. എങ്ങനെ ഈ തൗബ സ്വീകരിച്ചെന്തായെങ്കിൽ, അങ്ങനത്തെ ഒരു തൗബ ആയെന്തായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കറാം. ഈ സംഭവത്തിൽ കിട്ടിയ വലിയൊരു വിഷയം ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആത്മാർത്ഥയിട്ട് മടങ്ങിയെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുറാൻ. എന്നിട്ട് അയാൾക്ക് ഒന്നുകൂടി കൺഫ്യൂഷൻ, അത്ര ബെടുക്കാക്കിയത് അയാൾക്ക് റസൂലെ ഗദറാത്തി വ ഫജറാത്തി, നാനാക്ക് എത്ര ബെല ബെല ഗദ്ദാരിത്തനുണ്ടു, ബെല ബെല തപ്പുണ്ട് റസൂലെ, ചെറിയതെന്തുമല്ല നാനാക്കിയത് കണക്കില്ലാത്തത്ര ബെല്ല തപ്പു റസൂലെ, അതെല്ലാം അല്ലാഹു പൊറുക്കുരമാ. റസൂൽ ചൊന്തു ഗദറാത്തുക് വ ഫജറാത്തുക്, അത് എത്ര ബെല്ല എന്നെങ്കും സമ, എത്ര ബെല്ല ബെടുക്കായെങ്കും സമ. നീ ആത്മാർത്ഥയിട്ട് അല്ലാഹുറൊട്ടിಗೆ തൗബാക്കിയെങ്കിൽ നിന്റെ റബ്ബ് പുറത്തു തണ്ട. ദൈത്തിക്കറ് നിങ്ങളെ റബ്ബ്, ഈ റബ്ബിനിങ്ങനെ അരിപ്പാട്ടാത്ത കൊണ്ടേറ്റിക്കറ് ആൽമാർ ദർഗത്ത് പോണായ സാഹചര്യം വന്നത്, ആൽമാർ ഔലിയാക്കന്മാര് പെരോൽ പോണ്ട സാഹചര്യം വന്നത്. അതുകൊണ്ട് ഇത്തിക്കർ അമ്പ്യാക്കന്മാര് മുർസലിങ്ങളെ പെരോലൈത്ത് അങ്ങലൊട്ടിക്ക് മഗ്ഫിറത്ത് കേൾക്കറങ്ങനത്തെ സാഹചര്യം വന്നത്. അള്ളാഹു ഒരു അരിപ്പാട്ടാത്ത കൊണ്ടേറ്റിക്കർ. അള്ളാഹു ആറ് ചൊന്തറിയണ ഒന്നുകൂടി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ നിങ്ങളെ നരകത്ത് കിടക്കുക ആവശ്യപ്പെട്ടതില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഇങ്ങനെ കൊമ്പൈത്തിടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ഒരു യുദ്ധത്തെ സന്ദർഭത്തിൽ ഒരു പെണ്ണിങ് ഇങ്ങനെ തേടിയോന്തിക്കർ, അയ്മരെ കിടാവർ ഇങ്ങനെ തേടിയോന്തിക്കർ, മോണ് മിസ്സൈറ അപ്പുറം ഇപ്പുറം ഓടി കളിച്ചു ഒന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോ സ്വഹാബിമാരും റസൂൽ ഇങ്ങനെ നോക്കിയൊന്നുണ്ട്. അയ്മ കണ്ടെത്ത് ഓടിയം പോയിട്ട് കിടാവരെ എടുത്തിട്ട് മുത്തു കൊടുത്തത് കിടാവർ ഒരു പിടിക്കുന്ന ഒരു സീൻ, ആ ഒരു സംഭവം കണ്ടപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് ഈ പെണ്ണിങ്ങ ഈ ഉമ്മ ഈ കിടാവരെ തീകുവും പോയിട്ട് എരിയു ചൊന്ന് നിങ്ങൾ വിചാരിക്കാറാ? സ്വാഭിമാർ ചൊന്നാർ ഇല്ല റസൂൽ, എങ്ങനെ ആ മാതിരി പിർസാക്കി ഒന്നുണ്ട്, പിർസ ഇല്ലാത്ത പിന്നെ നോക്കാത്ത ആ മാതിരി പിർസാക്കി ഒന്നുണ്ട്, കിടാവരെ തേടി ഒന്നുണ്ട്, ഈ ഉമ്മ ഒർക്കത്തുക്കും ഇടല്ല തീകന്ത്. അങ്ങനെ ಅಂತಾയെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ಅಂತಾയെങ്കിൽ നിങ്ങളെ ഖാലിഖൈത്തുൽ അല്ലാഹ് അവന്റെ അടിമമാരെ വെറുതെങ്കും തീക്കിടുവാ ചൊന്ത് നിങ്ങൾ വിചാരിച്ചോന്നുള്ളാറാ? അങ്ങനെ റബ്ബറൊട്ടികൾ കണക്ഷൻ ആക്കി ഒന്നുമില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറൈത്തിക്കർ റബ്ബു ചൊന്ത് അറിയാത്തതൈത്തിക്കർ ഈ ഉമ്മത്ര എല്ലാത്തുകൊല്ല പ്രോബ്ലം. അള്ളാഹുരെ അറിഞ്ഞിട്ടില്ല, അള്ളാഹുരെ അരിയെ പോലെ അറിഞ്ഞിട്ടുമില്ല.
മനുഷ്യന്മാർ പോലും എത്രമാർ റഹ്മത്തും കരുണ കാട്ടല്ലേ. നോക്കൊരു ചരിത്രം, ഒരു ചെറിയ ചരിത്രം. ഇബ്നു ഹുബൈറ ചൊന്തുല്ലേ ഒരു വസീർ മന്ത്രി തിന്ന ഒരാൾ, അയാളൊരു ആലിമു നോക്കും, ഒരു 10 ആലിമരകത്ത് ഒരു കിതാബും എഴുതിയിരുന്നു. അതിൽ മന്ത്രി തിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടുണ്ടു. ക്ലാസ്സിൽ ഉള്ളതും പണ്ഡിതന്മാരെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ചില ആൾമാർ ഒരു വ്യക്തിയുടെ അടുത്തോണ്ട് വന്നാർ. ಬಂತು ചൊന്നാർ, മന്ത്രി ഇതാ ഈ വ്യക്തി ഞങ്ങൾ അബ്ബരെ കൊന്നുറ, ഇതൊക്കെ തീരുമാനമാണ്. അപ്പൊ ഈ മന്ത്രി ആ വ്യക്തിയൊട്ടിക്ക് എടുത്ത് നീನು കൊന്നുരൊക്ക അതൊന്ന് നാണാതെ കൊന്നുര. അപ്പൊ ഈ മന്ത്രി ചൊല്ലു ഈ വ്യക്തി സ്വീകരിച്ചുകൊണ്ട് ഇനി നിങ്ങൾ എന്തിനെ വേണാക്കറതാക്കോർ. അപ്പൊ അങ്ങനെ ചൊന്നാർ ഈ വ്യക്തിയെ നിങ്ങൾ കൊല്ലുറ. ഈ മന്ത്രിക്ക് ചില കരുണ വണ്ടിച്ച് ബേജാറായിട്ട് അയാൾ ചൊന്ത് കൊല്ലണ്ട, നിങ്ങൾക്കതാണ് 600 ദിനാർ തണ്ട. അപ്പൊ ദിനാറും ദിർഹംല എത്തിക്കർ കലി വലിയൊരു എമൗണ്ട് എത്തിക്കർ അപ്പത്തെ കാലത്തെ 600 ദിനാർ തണ്ട ഓണ്ടെ വിടോറ്. അങ്ങ് 600 ദിനാർ എടുത്തും പോയാർ ഓണ്ടെ വിട്ടാർ. എന്നിട്ട് ഇയാൾ മന്ത്രി എന്താക്കി ഇയാളെ കയ്യിലുള്ളതായ ഒരു 50 ദിനാർ ഇത്ത് അത് ഈ വ്യക്തിയൊട്ടിക്ക് കൊടുത്തു. ഇത് കണ്ടോത്തുള്ള ആൾമാർക്ക് ആശ്ചര്യം. നാമത്തൊരു കൊലയാളി ആൾമാരെ കൊന്നേ വ്യക്തി എത്തിക്കർ. രണ്ടാമത്തെ ഇയാളെ 600 ദിനാം കൊടുത്തു, എടുത്തതേ വലിയ വിഷയ ദിനാർ കൊടുത്തു. ഇനി പ്ലസ് ഊണുക്ക് പ്രത്യേകമായിട്ട് 50 കൊടുക്കറേ ചൊന്നെങ്കിൽ ഒരു വലിയ എമൗണ്ട് അല്ലേ, എന്താ ആവശ്യമുണ്ടോ. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കൂല അയാളൊരു സംഭവം ചൊല്ലു. അയാൾ ആൾമാരൊട്ടി കേക്കറ് നന്റെ ഒരു കണ്ണ് കാണ്ടില്ല ചൊന്ത് നിങ്ങക്ക് പിടിയുണ്ടാ. അപ്പൊ അങ്ങക്ക് ആശ്ചര്യം അങ്ങ് ചൊല്ലു, നിങ്ങൾ 2 കണ്ണ് കാണ്ടു ചൊന്തയെത്തിക്കണങ്ങ് വിചാരിച്ചതല്ലേ, നിങ്ങക്ക് കാണ്ടില്ലേ? അയാൾ ചൊന്ത് ഈ ഒരു കണ്ണ് കാണ്ടില്ല. ആ കണ്ണ് കാണാൻ തിക്കൂലെ കാരണം ഈ വ്യക്തി എത്തിക്കറും ഈ ആളെ കൊന്ന് ഇതേ വ്യക്തിയെ എത്തിക്കറ എന്റെ കണ്ണും കാണാത്ത പോലെ ആക്കിയത്. അതുകൊണ്ട് ഇയാളെ ഞാൻ പിടിച്ചത്. ഇയാളെ പിടിച്ചത് ശിക്ഷിക്കുകയല്ല, ബദൽക്ക് പുറത്തു കൊടുക്കും. ನಾನು ചെറിയതിലിക്കോ പഠിച്ചോ ഇക്കര സന്ദർഭത്തില് ഇയാൾ ബാല ಬಿತ್ತೊಂದು ಬಂದ ಸಂದರ್ಭ ಬಾಲ ಕೀಲು ಬೆಚ್ಚದೊಂದು ಬಾಲ್ರಿ ಇದು ಬಕೆಟ್ ಅದ್ರ ಉದ್ದಾಕು ಹೋಯ್ತು. ಇയാൾ എന്റെ ഹെൽപ്പ് കേട്ടിട്ട് ನಾನು ഹെൽപ്പ് ആക്കിയതില്ല, ഞാൻ എന്റെ പഠിപ്പൊരു ബിസിയിലായ അയാളൊരു ബാലർ ഇതെടുത്തത് ബലിച്ച് തന്നെ കണ്ണ് കരിഞ്ഞിട്ട് ആ എരിയലോട് കൂടി കണ്ണു പൊട്ടിയിരുന്നു. കണ്ണറെ ദൃഷ്ടി കാഴ്ച കുറടിയിരുന്നു. ഇപ്പൊ എന്ത് കൈത്തിക്കർ കൊടുത്തേ? ഒന്നുകൂടി മാഫാക്കും. അണ്ട് എതിർല് കിട്ടിയതല്ലേ, ഒന്നുകൂടി മാഫാക്കും. വല്ല വിശാല തപ്പ് സംഭവിച്ചു പോയിട്ട് മാഫാക്കി കൊടുത്തതിന് നല്ല ഒരു ചാൻസ് കൊടുത്തു. ഇത് എന്തൊരു അരിപ്പാട്ടേ, ഒരു മനുഷ്യന്മാരെത്തുള്ള ഞങ്ങളിടൽ പോലും ഇത്ര ഞങ്ങൾ കരുണ കാട്ടൻ തായെങ്കിൽ അപ്പൊ ഞങ്ങൾ അല്ലാഹ് ആ റബ്ബ് എത്ര കരുണയില്ലോണ എത്തിക്കുക. അത് മനസ്സിലാക്കണ്ടേ. ഞങ്ങ നോക്കൂ, അവസാനത്ത് സ്വർഗത്ത് പോണ്ട വ്യക്തിയുടെ വിഷയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിപ്പാട്ടെ കാണാം. ഒരു വ്യക്തി അയാള് മുകളിലും നരകത്തെ സൈഡിക്ക് ചാഞ്ഞിട്ടുണ്ടു, നരകത്തെ സൈഡിലുണ്ടു, നരകത്തിലില്ല, നരകത്തെ സൈഡ് എത്തുണ്ടു. നരകത്ത് തീയെല്ലാം അയാൾക്ക് പാരി പോയൊന്നുണ്ടു, അയാൾക്ക് തട്ടിയൊന്നുണ്ട്, കരിഞ്ഞൊന്നുണ്ട് തടിടി. അങ്ങനെ അവിടെ നിന്ന് നരകത്ത് ഉൽകയിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാസ്റ്റ് സ്വർഗത്ത് പോണ്ട വ്യക്തി. അങ്ങനെ ആ വ്യക്തി അല്ലാഹുവെ വിളിക്കറ്, ഏയ് റബ്ബ്, യാ റബ്ബ് ചൊന്ത് വിളിക്കറ്, ഐ റബ്ബ്, ഓ നന്റെ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താ ഇത്തിക്കറ് നീക്ക് ബെന്മായത്. അപ്പൊ അയാൾ അല്ലാഹുറൊട്ടി ചൊല്ലു, റബ്ബേ നന്റെ ഒന്നു ഇപ്പുറത്തെ സൈഡിക്ക് തിരിച്ചമൈ, നരകത്തെ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിക്ക് തിരിച്ചമയാവും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ റിക്വസ്റ്റ് സ്വീകരിച്ചിട്ട് നരകത്തെ സൈഡിലുള്ള മുഖത്തെ തടിരെ ഇപ്പുറ സൈഡ് തിരിച്ചത്. ഇപ്പുറ സൈഡ് തിരിഞ്ഞിട്ട് ആ വ്യക്തി പെറുനിറിഞ്ഞ് ചൊല്ലേ, നന്റെ റബ്ബുക്ക് സർവസ്തുതി, എന്തുകൊണ്ടു നിന്നിൽ നിന്ന് അല്ലാഹു നന്റെ രക്ഷപ്പെടുത്തിയല്ലേ. നരകത്തിൽ ഉൾഗല്ല, നരകത്തിലെ പർത്തയിത്തിക്കർ, നരകത്തിലെ ഹാവിയും അതിൽ ചൂടും അടിച്ചോന്നുള്ള വ്യക്തി ഇത്തിക്കർ ചൊല്ലത്. അങ്ങനെ ഇപ്പുറത്ത് തിരിഞ്ഞപ്പ ഇപ്പുറ സൈഡിലാവട്ടു സ്വർഗത്തെ നേരെ ഇത്തിക്കർ തിരിഞ്ഞിട്ടുള്ളത്. സ്വർഗത്തെ നേരെ തിരിഞ്ഞിട്ടുള്ള വ്യക്തി, ഈ വ്യക്തിക്ക് ഇത് കാണുമ്പോൾ സൈക്കോകാവില്ല, കൺട്രോൾ കിട്ടില്ല, അത്ര റാഹത്ത് ഇത്തിക്കർ കണ്ടോന്നുള്ളത്. അങ്ങനെ അല്ലാഹു റബ്ബിലിക്കർ, യാ റബ്ബ്, ഓ നന്റെ റബ്ബേ. അപ്പൊ അല്ലാഹു കേക്കർ, എന്താ ഇത്തിക്കർ അടിമ നിക്ക് വേണ്ടത്, നിക്ക് കേട്ട് തന്നല്ലേ. അപ്പൊ അല്ലാഹു അല്ലാഹു ഒരു റിക്വസ്റ്റ്, അല്ലാ നന്റെ ഒരു തെല്ല് മൂന്നോളാക്ക് റബ്ബേ. അവിടെ ഒരു മറ കാണ്ടല്ലേ, ആ മർത്തരോടെ നന്റെ നിപ്പാട്ടിമയ്യല്ല, വേറെ എന്ത് വേണ്ട, അതിൽ പിന്നെ എന്തോ കേൾക്കില്ലെന്നാണ്, അതൊന്ന് മാത്രം അല്ലാ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ലാസ്റ്റ് ഇതിനപ്പുറം കേൾക്കുതീരാ. അങ്ങനെ ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മർത്തരോടെ കാക്കിയപ്പ അപ്പുറത്തിൽ നിന്ന് സ്വർഗത്തിലെ ആൾമാരെ അങ്ങനെ കൊസിയും അങ്ങനെ ഇതെല്ലാം കേട്ടത്. ഇത് കേട്ടപ്പോ ഈ വ്യക്തി കൺട്രോൾ കിട്ടില്ല, എന്നെ വിളിച്ചത് യാ റബ്ബ്, ഓ അല്ലാഹ് നന്റെ റബ്ബേ. അല്ലാഹു കേക്കറി, എന്ത്
എന്തിനു വേണു? അപ്പൊ അയച്ചോളല്ല ആ ഗേറ്റ് റോഡത്തോളാക്കിയ മൈ റബ്ബേ. ഏത്? ആ സ്വർഗത്തെ ഗേറ്റ് റോഡത്തോളും. ഗേറ്റ് അപ്പുറത്തല്ല, ഇപ്പുറത്ത് നാ നിക്കറ റബ്ബേ. അതൊരു വേറെന്ത് വേണ്ട, ഇനി ലാസ്റ്റ് ഇനെന്ത് കേൾക്കില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നു, ആയിത്ത് ഇത് അവസാനം, ഇനിയൊന്നും കേൾക്കുകയില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയെ സ്വർഗത്തെ ഗേറ്ററോടെ നിപ്പാട്ടിയ. ഗേറ്റ് അപ്പുറത്തിൽ നിന്നുള്ള പൽക്കും മങ്ങല കലിയും മങ്ങല കൊസിയും ഇത് കേൾക്കുമ്പോ ഈ വ്യക്തിക്ക് കൺട്രോൾ കിട്ടാൻ തയ്ത്തു പോയി. ഇതിൽ ഒന്നുകൂടി വിളിച്ചത് അല്ലാ റബ്ബേ ചൊന്തു. അള്ളാഹു കേട്ട് എന്ത് നിക്ക് വേണു ഇപ്പ, നീ കേട്ടതെല്ലാം തന്നല്ലേ. അപ്പൊ ആ വ്യക്തി അള്ളാഹുവേ ഒന്ന് തന്നെ സ്വർഗത്ത് ഉൾഗാക്കിയതാ, അല്ലാ ഒന്ന് എൻട്രാക്കി വിടു റബ്ബേ. അപ്പൊ അള്ളാഹു ചൊല്ലു, ഓ എന്റെ അടിമ, നീ എത്ര കളവ് ചെന്നേ ഭൂമിയിൽ വെച്ചിതും കളവ് ചെന്നേ ഉടവന്തോ നന്നൊട്ടി കളവ് ചൊല്ലമാ ചൊന്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ചിരിക്കിരുന്നു. അള്ളാഹു ചിരിച്ചു തന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയുടെ സ്വർഗ